ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ അലക്ഷ്യമായി റോഡിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു. 1 സ്ക്വയർ മീറ്റർ സ്പോഞ്ച് എടുത്ത് പിഴിഞ്ഞു നോക്കിയാൽ ഓരോ വർഷവും ലഭിക്കുന്ന ടാർ ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. എല്ലാ ഒറ്റയാന്മാരെയും പോലെ കിട്ടാത്ത മുന്തിരി പൊളിച്ചിരുന്ന കാലം. ഒരു കോടി നേടാൻ നിങ്ങളിലെ കോടീശ്വരനെ തേടിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ. ഒരു ചോദ്യം മതി ജീവിതം മാറാൻ. സ്വാഗതം. ആ പറഞ്ഞത് കേട്ടില്ലേ, ജീവിതം മാറാൻ ഒരു ചോദ്യം മതിയെന്ന്. പക്ഷെ എന്റെ ജീവിതം മാറിയതൊരു ചോദ്യത്തിലൂടെ ഒന്നുമല്ല, അതൊരു മിസ് കോളിലൂടെയാ. ഈ മിസ് കോൾ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരം ക്ലീശയാണെന്ന് അറിയാം. ജീവിതമല്ലേ, 1-2 ആവാം. ഹലോ ഹലോ ഹലോ, ഇതാരാ? ഇങ്ങോട്ടൊരു കോള് വന്നല്ലോ. ഇതാരാ? ബെസ്റ്റ്. ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആയിരുന്ന. ഇതാരാ ഇത്? എടി മഞ്ജു ആണോ? മഞ്ജു അഞ്ജു, നിന്റെയൊക്കെ സ്ഥിരം നമ്പർ എന്റെ അടുത്ത് എടുക്കല്ലേ മോനെ? ഓഹോ, ഇപ്പൊ ഞാൻ ആരായി? ഇങ്ങോട്ട് മിസ് അടിച്ചിട്ട് തിരിച്ച് വിളിച്ചപ്പം ഉടായി പറക്കുന്നത് ഞാൻ. നമ്പർ നോക്കി വിളിക്കടി പുല്ലേ. പുല്ലേന്നോ? നീ ആരെയാടാ പുല്ലേന്ന് വിളിക്കുന്നേ? ഹലോ ഹലോ ഡി ഹലോ. ഒന്ന് ഫോമായി വന്നതാണ്. കട്ടിയേടേ. കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കെട്ടായ പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അവളെങ്ങനെ പെരുമാറിയിട്ടല്ലേ? മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്ക. ഒരു സോറി മെസ്സേജ് അയച്ചേക്കാം. തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദുരേഷ് ഇപ്പോഴേ ഒരാളെ വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? നീർപ്പളുങ്കുകൾ നിൻമിഴിയിൽ
പാതിമാഞ്ഞുവോ സ്വർണ്ണനാമ്പുകൾ നിൻ കനവിൽ കെടാതെ നിൽക്കുമ്പോൾ നീർപ്പളുങ്കുകൾ നിൻമിഴിയിൽ പാതിമാഞ്ഞുവോ സ്വർണ്ണനാമ്പുകൾ നിൻ കനവിൽ കെടാതെ നിൽക്കുമ്പോൾ കാണാമോന്ന് ചോദിച്ചാലോ? തെറ്റിദ്ധരിക്കൂ? അല്ലേ വേണ്ട, ഒരു മെസ്സേജ് അയച്ചു നോക്കാം. എപ്പോ കാണാൻ പറ്റും? നമുക്ക് നാളെ കാണാം. ഇന്ന് ഞാൻ ഫ്രീ ആണ്. പക്ഷേ ഞാൻ ഫ്രീ അല്ലല്ലോ. നാളെ എവിടെ വെച്ച് കാണാം? നാളെ രാവിലെ 11 മണിക്ക് ഭവൻസ് ഗ്രൗണ്ടിൽ വെച്ച് കാണാം. അത് കുറച്ച് ഉള്ളിലോട്ടുള്ള ഗ്രൗണ്ട് അല്ലേ? അവിടെ ആരെങ്കിലും കാണും? നിനക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയൊന്നുമില്ല വെച്ചേ? ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അധികം ദൂരമൊന്നും ഇല്ലല്ലോ, ഞാൻ എത്തിക്കോളാം. അതൊക്കെ പോട്ടെ, നീ എന്നെ എങ്ങനെ തിരിച്ചറിയും? നീയൊരു ചുവന്ന പാന്റും ഓറഞ്ച് ഷർട്ടും ഇട്ടോണ്ട് വാ. അതേ ഡ്രസ്സിൽ വേറെ ആരെങ്കിലും വന്നാലോ? പിന്നെ ഇത്രയും കളർ സെൻസ് ലോകത്ത് വേറെ ആർക്കും കാണൂല. അപ്പൊ ശരി, നാളെ കാണാം. എന്താടാ വിളിച്ചത്? ഫോൺ വിളിച്ച എടുത്തൂടിയടേ. ഓ, ഇതല്ലോ അത്യാവശ്യത്തിന് വിളിക്കുമ്പോ എടുക്കൂല്ല. നീ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ഞാനിവിടെ ഗാന്ധി പാർക്കിലുണ്ടല്ലയാ. ഗാന്ധി പാർക്കില? ആരുടെ കൂടെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാടെ. ഒറ്റയ്ക്കാ? ഈ നേരത്താ? നിനക്കെന്തേ പ്രാന്താ? നീ വേഗം വട്ടവള വന്നേ. ഇപ്പഴാ? എന്തിന്? ഞാൻ ഇവിടെ പള്ളിയുടെ സൈഡിലുണ്ട്, നീ വേഗം വാ. എത്ര നേരമായാലേ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്താടാ വിളിച്ചത്? എങ്ങോട്ടോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് 10 മിനിറ്റിൽ വന്നതും പോരാ, എന്നിട്ടിപ്പം ഞാൻ തന്നെടാ തന്നെ. നീ വേഗം ചന്തുവിന്റെ വീട്ടിലേക്ക് വിട്ടെ. ചന്തുവിന്റെ വീട്ടിലോട്ടാ? അവനെന്തോ ആക്സിഡന്റ് ആയെന്ന് ഞാനും ഇന്നാണ് അറിയുന്നത്. നീ വേഗം വിട്ടെ. മണിയാ? എന്തോന്നടേ ഇത്? അമ്പലോ? പിന്നല്ല. ഇന്ന് സ്കൂള് കട്ട് തന്നെ അല്ലേ? സ്കൂളില്ല. വിളപ്പേട് ചടച്ചതായിരിക്കും. ഡേയ്, ആ താടി അകത്തുണ്ടാ? അച്ഛനില്ല, അച്ഛൻ ഓഫീസിൽ പോയി. നീ ആ താടി ഇവിടെ എങ്ങനെ കാണോ? ആ അളിയോ, മനുളിയാ, വാ വാ വാ. ഇവനെവിടെ നിന്നിട്ട്? ഭ്രാന്തനളിയാ, ഈ നേരത്ത് ഗാന്ധി പാർക്കിൽ പോയി ഒറ്റയ്ക്കിരിക്കുന്നു. ഞാങ്ങി പൊക്കിക്കൊണ്ട് വന്നു. ഇതെന്തു പറ്റി? എവിടെ നടി കിട്ടിയേ? കളിക്കുമ്പോ വീണാടാ. നീ കളിക്ക, എന്നിട്ട് പതുക്കെ പറയളിയാ. ഡേയ്, ആ വാതിലൊന്നും അടയ്ക്ക്. ആ പെണ്ണ് അപ്പുറത്തുണ്ട് അളിയാ. നമ്മൾ പറയണല്ല അതുപോലെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയും. അവളോട് പോവാൻ പറയടേ. നീ കഥ പറ അളിയാ. ഒരാഴ്ചക്ക് മുന്നേ ഒരു മിസ് കോള് വന്നു. തിരിച്ചു വിളിച്ച്. അപ്പുറത്തൊരു പെണ്ണ്, പേര് ജ്യോതി. പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ അവളങ്ങ് വളച്ച്. പിന്നെ അവൾക്ക് എന്നെ കാണണമെന്ന് ഒരേ ബഹളം. സില്ലിക്കാൻ ഭവൻസ് ഗ്രൗണ്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഭവൻസ് ഗ്രൗണ്ടിലോട്ടാ? ആ പട്ടിക്കാട്ട് സ്ഥലത്തോട്ടാ? അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞല്ലേ, ഞാനും ഓക്കെ പറഞ്ഞു. അവള് പറഞ്ഞ കൂറ കളർ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് ഞാനങ്ങ് പോയി. എന്നിട്ട് ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. കുറെ മാടന്മാര് വന്ന് എന്റെ കൈയും കാലും തല്ലി ഒടിച്ച് കാശും അടിച്ചോണ്ട് പോയി. നിനക്ക് അത് തന്നെ വേണം അളിയാ. അളിയാ, ഇവനെന്ത് പറ്റി? നിനക്കെന്ത് പറ്റിയടേ? നീയും തച്ചു വെച്ചോ അളിയാ ഇതുപോലൊരു ബ്രേസിയർ. അളിയോ, ഈ പരിപാടി കൊള്ളാല. പെണ്ണിന്റെ പേരിലാകും വിളിക്കണ സ്ഥലത്ത് കിട്ടുകയും ചെയ്യും. നമുക്കേ ഈ മാർക്കിട്ടൊരു മറുപടി കൊടുത്താലോ? എന്തു പറയുന്നു? പെണ്ണിന്റെ പേര് തേപ്പിട്ടിട്ടുള്ള എല്ലാ മച്ചാന്മാർക്കും ഞങ്ങൾ ഈ തല്ല് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
കാർത്തികേ, എല്ലാം പറഞ്ഞ പോലെ ഒരു കാരണവശാലും നിങ്ങളുടെ കോൾ കട്ടാവരുത്. ഒരു ടെൻഷനും വേണ്ടളിയാ. കോൾ ഡ്രോപ്പ് ആയ സ്പോട്ടിൽ ഞങ്ങളവിടെ എത്തും. നീ ധൈര്യമായി വിട്ടോ. കുറേ നേരം ആയല്ലോ, ഇവിടെ ഒരു അനക്കമില്ലടാ. നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? സമയം വരുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അവളുടെ കോള് വരും. ബ്ലോക്കിൽ വല്ലതും പെട്ടുപോയി ഇപ്പൊ എത്തും പറഞ്ഞു. ആ കോൾ എടുക്കുമ്പോൾ ഇത് കട്ടാവല്ലേ? അവളുടെ കോൾ. ഹലോ ഡാ, ഞാൻ ബ്ലോക്കിൽ പെട്ടുപോയതാ. ദേ എത്തി. അളിയ കോള് കേട്ടായി, ഓടി വാ. ഹലോ ഹലോ അളിയ, ഹലോ 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 കാർത്തിക് അല്ലേ? നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് ഞാനാ, വീണ. അന്ന് അവളെ ആദ്യമായി കണ്ടപ്പോൾ പെണ്ണൊരു അത്ഭുതമായി തോന്നി. അവൾ എൻ്റേത് മാത്രമാണെന്നും മറ്റൊരാൾക്കും അവളെ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. പിടിവാശി നല്ലതല്ലെന്ന് ആരൊക്കെയോ പറയുന്നത് വെറുതെ അല്ല. കഴിഞ്ഞ 3 വർഷമായി ആ കുരിശിൻ്റെ തലയിലാണ്. അല്ലേലും വരാനുള്ളതൊന്നും വഴി തെങ്ങില്ലല്ലോ. ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ അല്ലേ? മനുഷ്യ, വേഗം വന്ന് പാത്രം കഴുകി വെക്ക്. കുങ്കുമപ്പൂ തുടങ്ങാൻ സമയായി. കുങ്കുമപ്പൂ അവളുടെ